സോ യൂണിറ്റ് നമ്പർ 5 ഹെൽപ്പിംഗ് ഹാൻഡ്സ്. നമുക്ക് ഈ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റർ പഠിക്കാനുള്ളത്. 2 കഥയും ഒരു കവിതയും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോ ത്രൂ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, മേക്ക് അവർ എർത്ത് ആൻഡ് ഏഡൻ ലൈക്ക് ദ ഹെവൻ അബവ്. അപ്പോ ഇതില് which of the pictures given above are related to deeds of kindness? Put a tick mark against those pictures in the boxes provided. അപ്പോ ഡീഡ്സിന്റെ മീനിങ് എന്താ? ഡീഡ്സ് ആരുമില്ലേ? ഡീഡ്സിന്റെ മീനിങ് അറിയില്ല. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചേ. ഡീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തോടുള്ള വാക്കുകൾ നമ്മുടെ ഈ ഭൂമിയെ നമ്മുടെ സ്വർഗതുല്യമാക്കുന്നു എന്നാണ് അവിടെ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ പിക്ചർ നോക്കിയതിന് ശേഷം ഈ കൈൻഡ്നെസ്, അതായത് ആ ഒരു കൈൻഡ്നെസ് ഉള്ള ആ ഒരു പിക്ചേഴ്സ്, കൈൻഡ്നെസ് കാണിക്കാൻ പറ്റുന്ന ആ ഒരു പിക്ചർ അല്ലെ ദയ, ഇതെല്ലാം കാണിക്കാൻ പറ്റുന്നത് നല്ല പ്രവർത്തികൾ എന്തൊക്കെയാണ്? ഒരു കണ്ണു കാണാത്ത വയസ്സായ ആളിനെ റോഡിനപ്പുറത്തോട്ട് ഒരു കുട്ടി കൊണ്ടുപോകണം, ശരിയാണ്. ഓക്കെ, അതൊക്കെ. അടുത്ത രണ്ടാമത്തതും ശരിയാണ്. ചികിത്സിച്ച് ഭേദമാക്കുന്നത്. ഒരു പൂച്ച ഒരു കുഴിയിലായപ്പോ ഏണി വെച്ച് സഹായിക്കുന്നു. തെറ്റാണ്. ഒരു വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ അവബോധം. അതിനെ നമ്മളിവിടെ കാണിച്ചു. അപ്പൊ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. ചാം മീൻസ് ചാമ്പ്യൻ. ഒരു ചാമ്പ്യന്റെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. We rarely do come across people who are willing to help others. നമ്മൾ വളരെ റെയർ ആയിട്ടായിരിക്കും ഈ ആളുകളെ, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നത്. Such people can change the world with their love and care. ആ ആൾക്കാർക്ക് നമ്മുടെ ഈ സമൂഹത്തെ സ്നേഹം കൊണ്ടും കെയർ അല്ലെങ്കിൽ സംരക്ഷണത്തോടു കൂടിയും അല്ലെങ്കിൽ കരുതലോടുകൂടിയും എല്ലാം നമ്മുടെ വേൾഡിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. Here is an interesting story of a village girl. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഗേളിന്റെ കഥയാണ് പറയുന്നത്. Let's read and see how her timely action helps someone in need. അപ്പോൾ ആവശ്യത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് അവളുടെ ആ ഒരു കുഞ്ഞു പ്രവർത്തി കാരണം എങ്ങനെയാണ് അവർക്ക് സഹായകമായത് എന്ന് നമുക്ക് നോക്കാം. To the swimming pool. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് അല്ലെങ്കിൽ നീന്തൽ കുളത്തിലേക്ക്. You swim freestyle, asked Renju. അപ്പോൾ നീ ഫ്രീ സ്റ്റൈൽ, നിനക്ക് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു രീതി, നീന്തലിനുള്ള ആ ഒരു രീതി നിനക്ക് നീന്താൻ അറിയാമോ? ഓർ ബാക്ക് സ്ട്രോക്ക്, അതായത് ഇങ്ങനെ മലന്ന് നടന്നിട്ട് നീന്തുന്ന ആ ടൈപ്പ്, ബാക്കിലോട്ട്. അപ്പോ ബാക്ക് സ്ട്രോക്ക് നീന്താൻ അറിയോ? എൻക്വയർഡ് അമൻ. ഓർ ബട്ടർഫ്ലൈ സ്റ്റൈലിൽ നീന്താൻ അറിയാമോ? ക്വസ്റ്റ്യൻ രഞ്ജിത്ത്. ഓർ ബ്രസ്റ്റ് സ്ട്രോക്ക്. ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ആ രീതിയിൽ, അത് ഓരോ തരത്തിലുള്ള നീന്തൽ, ആ രീതിയിൽ നിനക്ക് നീന്താൻ അറിയാമോ? അമൻ ചോദിച്ചു. No, I don't know any of this. I just swim, replied Radha nervously. അപ്പോ ഇല്ല, എനിക്ക് ഇങ്ങനെയൊന്നും നീന്താൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് സാധാ രീതിയിൽ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ജസ്റ്റ് സ്വിം ചെയ്യാനേ അറിയത്തുള്ളൂ. ഇറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് float or crawl, not swim properly. Renju said in a condescending manner. അപ്പോ ഇവിടെ നമ്മുടെ ആരാ? അപ്പൊ ഈ രാധ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാധ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് ജസ്റ്റ് മാന്യമായിട്ട് നീന്താനേ അറിയത്തുള്ളൂ, അല്ല നിങ്ങളുടെ പോലെ ഇത്തരത്തിലുള്ള സ്റ്റൈലുകളൊന്നും എനിക്ക് അറിയത്തില്ല.
അപ്പൊ പറയുകയാണ്, അപ്പൊ നമ്മുടെ രഞ്ജിത്ത് പറയണു, ഓ അപ്പൊ നിനക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനോ ഇഴയാനോ മാത്രം, ട്രോൾ മീൻസ് ചെയ്യുക, ഫ്ലോട്ട് പൊങ്ങിക്കിടക്കുക, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനോ എഴയാനോ മാത്രമേ അറിയത്തുള്ളൂ, നോട്ട് സ്വിം പ്രോപ്പർലി, നിനക്ക് പ്രോപ്പറായിട്ട് നീന്താൻ അറിയത്തില്ല എന്നിങ്ങനെ ദാക്ഷിണ്യത്തോട്, കണ്ടൻസെന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാക്ഷിണ്യത്തോടുകൂടെ രഞ്ജിത്ത് ഇങ്ങനെ പറയുക. നോ മൈ ഡിയർ രഞ്ജിത്ത്, ഷീ ക്യാൻ സ്വിം ആൻഡ് സ്വിം വെരി വെൽ. Don't forget that she lives on the banks of river Sarayu. അപ്പൊ നമ്മുടെ അടുത്താൾ പറയുകയാണ്, നോ മൈ ഡിയർ രഞ്ജിത്ത്, രഞ്ജിത്തെ നീ അങ്ങനെ പറയരുത്, അവർക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ഷീ ലിവ്സ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ സരയു. അപ്പൊ സരയു നദിയുടെ തീരത്താണ് അവൾ താമസിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ നീന്താൻ അറിയായിരിക്കും. ഷീ ലേൺ സ്വിമ്മിങ് ഈവൻ ബിഫോർ ഷീ കുഡ് വാക്ക്. അപ്പോ അവക്കാണെങ്കിൽ ഇത് ഈ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പേ തന്നെ അവൾ പഠിച്ച കാര്യമാണ് നീന്തുക എന്നുള്ളത്. Said Radha's aunt, who had come to the drawing room when she heard this inquisition of her niece by her sons. അപ്പോ അവളുടെ ആ ഒരു അമ്മായി ഇങ്ങനെ പറയുകയാണ്, അതായത് ഇവളെ രാധയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട്, നീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് അവളുടെ ആന്റി പറഞ്ഞതാണ്, ഇത് അവക്കാണെങ്കിൽ നീന്താൻ അറിയാം, അവൾ നിങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഈ ഒരു നദീതീര സരയു നദിയുടെ തീരത്തൊക്കെയാണ് വളർന്നത്, അവർക്ക് നീന്താൻ അറിയാം. യു ബെറ്റർ ടേക്ക് ഹെർ വിത്ത് യു ടു ദ ക്ലബ്, ഷീ ഓർഡർ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവളെയും നമ്മുടെ ക്ലബിൽ കൊണ്ടുപോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അവൾ ഓർഡർ ചെയ്തു. The boys didn't say anything. ആ പയ്യന്മാർ ഒന്നും പറഞ്ഞില്ല. It was clear that they did not want to take their cousin from a small town to the club where they were going with their friends. അപ്പോ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, അവർക്കാണെങ്കിൽ അവളെ രാധയെ ഇത് അവരുടെ ക്ലബിൽ, അതായത് നമ്മുടെ നീന്തൽ ക്ലബിലായിട്ട് ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു നാട്ടിൻ പ്രദേശത്തുള്ള ആ പെൺകുട്ടിയെ അവരുടെ കൂടെ കൊണ്ടുപോയി ആ ഒരു ക്ലബിൽ ചേർക്കുന്നതിനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് they didn't dare to disobey their mother either. അപ്പോ അവർക്കാണെങ്കിൽ അവരുടെ അമ്മയെ ധിക്കരിക്കാനും അവർക്ക് കഴിയില്ലായിരുന്നു. They thought hard to come up with some excuse. അപ്പോ അവളാണെങ്കിൽ അവരിങ്ങനെ പറയായിരുന്നു, അപ്പോ എന്തെങ്കിലും ന്യായം പറഞ്ഞ് അവരുടെ, അതായത് എന്തെങ്കിലും ന്യായം പിന്നീട് ആലോചിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കാം എന്ന് അവർ വിചാരിച്ചു. സഡൻലി അമൻ said, "Okay Radha, pack your swimming costume and come." And he winked at Sindhu. അപ്പോ എന്നിട്ട് പറഞ്ഞു, ശരി ഓക്കെ, അമൻ പറഞ്ഞു, രാധ നീ എങ്കിലും നിന്റെ ഈ സ്വിമ്മിങ് സ്യൂട്ടും അല്ലെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരൂ, നമുക്ക് ഇത് പോവാം. എന്നിട്ട് ഈ ഇത് എന്ത് പറയുന്നേ, ഇവര് തമ്മിലുണ്ടല്ലോ, നമ്മുടെ അമനും വേറെ ആരാ, രഞ്ജിത്തും. അപ്പൊ അമനും രഞ്ജിത്തും കൂടെ ഇങ്ങനെ ഇത് മുഖത്തോട് നോക്കി ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. വിൻഡറ്റ് രഞ്ജിത്ത്, അതായത് കണ്ണിറുക്കി കാണിച്ചു, ഇവക്ക് എന്തായാലും ഇതൊന്നും കാണത്തില്ല, ഈ ഡ്രസ്സൊന്നും കാണത്തില്ല, അപ്പൊ അതുകൊണ്ട് ഇവക്ക് വരാനൊന്നും പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഇതില് ഇങ്ങനെ കളിയാക്കുന്നത് പോലെ കണ്ണിറുക്കി കാണിച്ചു. ഇത്രയും ഡൗട്ട് ഉണ്ടോ? Swimming costume, but I don't have any. Swimming costume, അതെന്താ സാധനം? എനിക്ക് അങ്ങനെ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം ഒന്നും ഇല്ല. Back home I swim in my salwar kurta, Radha said innocently. അപ്പോ ഞാൻ ഈ കുർത്ത യൂസ് ചെയ്താണ് ഞാൻ അവിടെ നാട്ടിൽ ഉള്ളപ്പോ ഞാൻ നീന്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ എനിക്ക് നീന്താനായിട്ടുള്ള ഒരു ഇത് പ്രത്യേകം സ്യൂട്ടോ ഒന്നും തന്നെ ഇല്ല. But you can't swim in your salwar kurta in the club swimming pool. അപ്പൊ നിങ്ങൾക്ക് അവനപ്പോ പറയാണ്, നിനക്കാണെങ്കിൽ നിങ്ങളുടെ ഈ സൽവാർ കുർത്ത യൂസ് ചെയ്തുകൊണ്ട് നിനക്ക് ക്ലബിലെ സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവൻ said and looked triumphantly at Shinjit. അപ്പോ
ട്രയംഫലി എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിങ്ങനെ ഇനിയിപ്പോ അവളെ കൊണ്ടുപോകണ്ടല്ലോ, അപ്പൊ അവര് വിജയഭാവത്തില് അവനിങ്ങനെ പറയുകയാണ്, അപ്പോ അങ്ങനെ നിനക്ക് അങ്ങനെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നിനക്ക് അവിടെ നീന്താൻ പറ്റത്തില്ല, നിനക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇത് വേണം. Just then they heard cycle bell ringing outside, indicating that their friends had arrived and they rushed out. അപ്പോ പെട്ടെന്ന് തന്നെ അവിടെ പുറത്താണെങ്കിൽ അവർക്കാണെങ്കിൽ സൈക്കിൾ ശബ്ദം കേട്ടു. ആരുടെ സൈക്കിൾ ശബ്ദമാണ്? അവരുടെ കൂട്ടുകാരെല്ലാം എത്തിയെന്നുള്ള ആ ഒരു സൈക്കിൾ ശബ്ദം അവർക്ക് അവിടെ കേൾക്കാനായിട്ട് സാധിച്ചു. രാധ വാച്ച് them going. അപ്പൊ അവർ പോകുന്നത് രാധ ഇങ്ങനെ നോക്കി നിന്നു. She saw her aunt running after the boys with a phone. അപ്പോ നമ്മുടെ ഇപ്പോ ഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമർഷം, ദേഷ്യം കൊണ്ട് അവരുടെ പുറകെ ഓടുന്നത് കാണായിരുന്നു. ആരാ? അവരുടെ അമ്മ അല്ല, അതായത് നമ്മുടെ രാധയുടെ ആന്റി അവരുടെ പുറകെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. കാര്യം അവരെന്താ, അവർ രാധയെ കൂട്ടിക്കൊണ്ട് പോയില്ല. Don't bother about me, aunt. I am not keen to go. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇത് വിഷമിക്കണ്ട ആന്റി, എനിക്കാണെങ്കിൽ അങ്ങനെ പോണമെന്ന് അങ്ങനെ താല്പര്യമില്ല. I would rather watch TV with you. എനിക്ക് ആന്റിയോടൊപ്പം ഇവിടെ ഇരുന്ന് TV കണ്ടാലും മതി. രാധ said with a hollow laugh. അപ്പോ ഇത് അവളാണെങ്കിൽ ഒരു ഹോളോ laughter എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരു പൊള്ളയായ ചിരി, അത് സത്യസന്ധമല്ലാത്തൊരു ചിരിയോടുകൂടി ആ വിഷമമുണ്ട്, എന്നാൽ അത് പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അത്രയും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir. Okay. അപ്പോ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്യുന്നോ അതോ ഒരുമിച്ച് ചെയ്യുന്നോ? ഒരുമിച്ച് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് പറയൂ, ഏതായാലും എനിക്ക് കുഴപ്പമില്ല. ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ഈ വില്ലേജ് ഗേൾ, അപ്പൊ അടുത്ത് നമ്മൾ രാധയെ കുറിച്ച് പറയുകയാണ്. Radha rested her head on the back of the sofa on which she was sitting and closed her eyes. അപ്പോ രാധ എന്ത് ചെയ്തു? രാധ അപ്പോ നേരെ സോഫയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കണ്ണുമടച്ച് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ കണ്ണുമടച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. She had lied when she told her aunt that she was not keen to go. അപ്പൊ അവള് കള്ളം പറഞ്ഞതാണ്, അവർക്ക് അവരോടൊപ്പം നീന്താൻ പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ള കാര്യം കള്ളം പറഞ്ഞതായിരുന്നു. ആക്ച്വലി ഷി വാസ് വെരി കീൻ. അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹം അല്ലെ താല്പര്യം ഉണ്ടായിരുന്നു. She loved swimming, and back in her small hill town in the middle of Kumaon Hill in UP, she swam in the small river almost every day. അപ്പോ അവളുടെ ബാക്ക് ടു ഹർ വില്ലേജ്, അപ്പോ അവളുടെ കുമയൂൺ എന്ന് പറയുന്ന കുമയോൺ ഹിൽസില് അല്ലെങ്കിൽ UP-യിലുള്ള കുമയോൺ ഹിൽസില് അവിടെ അവളുടെ ആ കുഞ്ഞ് റിവറില് അവൾ ഡെയിലി അവിടെ നീന്തുമായിരുന്നു. അവൾക്കാണെങ്കിൽ കാരണം അവൾക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നീന്തുക എന്ന് പറയുന്നത്. രാധ വാസ് വെരി എക്സൈറ്റഡ് when after her class 8 exams she got her aunt's invitation to spend her summer vacation with her in Delhi. അപ്പോ അവളുടെ 8ാം ക്ലാസ് എക്സാം കഴിഞ്ഞപ്പോൾ അവരുടെ ആന്റി വിളിച്ചു, ഡൽഹിയിലുള്ള അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ വെക്കേഷൻ എല്ലാം ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിളിച്ചു. She had never been out of her small town and eagerly looked forward to visit to her aunt's place. അപ്പോ അവളാണെങ്കിൽ ഈ കുഞ്ഞു വില്ലേജിന് പുറമെ വേറെ ഒരു സ്ഥലവും അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. But within a week of her arrival, she was thoroughly disenchanted with Delhi and felt lonely. അപ്പോ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഡിസെൻചാന്റഡ് എന്ന് പറയുമ്പോൾ അവളുടെ ആ ഒരു ഡൽഹിയിൽ ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കണം എന്നുള്ള ആ ഒരു തോട്ട്.
അപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ അവൾക്കൊരു മടുപ്പുണ്ടായി. അപ്പൊ ആ മടുപ്പ്, ആ ഡൽഹി എന്ന് പറയുന്നത് അവൾക്ക് മടുത്തു തുടങ്ങി. ആൻഡ് ഷീ ഫെൽറ്റ് ലോൺലി, അവൾ ഒറ്റയ്ക്കായി എന്നുള്ള ആ ഒരു തോന്നൽ അവൾക്ക് തോന്നി തുടങ്ങി. നോട്ട് ദാറ്റ് ഹെർ കസിൻസ് Renchit, a year older, and Aman of her age were rude to her, but the championship which she looked for to was missing. അപ്പോ ഇവളെക്കാളും ഒരു വയസ്സിന് മൂത്തതാണ് ആര്? നമ്മുടെ അമൻ എന്ന് പറയുന്നത്. ആൻഡ് അവൾ രഞ്ജിത്ത് എന്ന് പറയുന്നത്. അമൻ എന്ന് പറയുന്നത് അവളുടെ അതേ പ്രായത്തിലുള്ള ഒരാളാണ്. പക്ഷെ അവരെന്ന് പറയുന്നത് ഇവളോട് പെരുമാറുന്നത് നല്ല ക്രൂഡായിട്ടാണ്, അത് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അല്ല എങ്കിൽ അവൾക്ക് ഈ അവൾ വിചാരിച്ച ആ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ അവൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. Her city cousins and she with her small town background were poles apart. അപ്പോ അവളുടെ ആ ഒരു ഈ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആ ഒരു കസിൻസും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞു ജീവിതം അതായത് കുഞ്ഞു ഗ്രാമത്തിൽ ജീവിക്കുന്ന അവളും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാര്യം അവരെന്ന് പറയുന്നത് നല്ല കിടിലം സിറ്റി ലൈഫ്, അവരുടെ ക്ലബ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർക്ക് ലൈഫ് പോകുന്നത്. പക്ഷെ ഇവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. She had nothing in common with them. അപ്പൊ അവർ തമ്മിൽ ഒരുമിച്ച് ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരുപോലത്തെ ഒന്നും അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നില്ല. They and their friends talked about computers and video games, listened to pop music and watched Western films, and she did not understand any of these things. അപ്പൊ ആ കസിൻസ് ആണെങ്കിൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? അവരാണെങ്കിൽ കമ്പ്യൂട്ടറിനെ പറ്റി സംസാരിക്കും, സോങ്സിനെ പറ്റി സംസാരിക്കും, വെസ്റ്റേൺ ഫിലിമിനെ, ഇംഗ്ലീഷ് ഫിലിമിനെ പറ്റി സംസാരിക്കും, അതുപോലെ തന്നെ പോപ്പ് ഗാനത്തിനെ കുറിച്ച് സംസാരിക്കും. ഇത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ രാധയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. She felt lost among them and thus kept mostly to herself. അപ്പൊ അവക്കാണെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കായതുപോലെ അല്ലെങ്കിൽ അവൾക്കൊന്നും മനസ്സിലാവാതെ ടോട്ടലി ആ ഒരു അവസ്ഥയിലായിരുന്നു അവതരിക്കുന്നത്. But when she heard that her cousins were going for swimming, she thought she would also go with them as she knew swimming well. അപ്പൊ അവര് സ്വിമ്മിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു അവൾക്കും സ്വിമ്മിങ്ങിന് പോവാമല്ലോ, അല്ലെ അവരുടെ കൂടെ പോവാമല്ലോ എന്ന് വിചാരിച്ചു. But alas, here also her cousins disappointed her. പക്ഷെ ഇവിടെയും അവളെ അവർ കൂട്ടാക്കിയില്ല. Tears ran down her cheeks. അപ്പൊ അവക്കാണെങ്കിൽ ഭയങ്കര കരച്ചിൽ വന്നു, അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ് ഉണ്ടായത്. ഇത്രയും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്യാവോ ഈ 2 സെഷനിലുള്ള? എന്തായാലും നമ്മൾ ഉച്ചയ്ക്കൂടെ എടുക്കുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എന്താ പറയുക, ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇവിടെ ഞാൻ പറയുന്ന പോലെ കേൾക്കാവോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the conversation all about? ഈ കോൺവെർസേഷൻ എല്ലാം എന്താണ്, അല്ലെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? എന്തിനെ പറ്റിയാ പറയുന്നേ? നീന്തലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ ആ ഒരു കോൺവെർസേഷൻ നീന്തലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് it seems all about the swimming, different types of swimming like freestyle, butterfly style, breaststroke, backstroke, etc. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how did Radha's aunt react to Renjit's remark? അപ്പോ രഞ്ജിത്ത് ഇങ്ങനെ നിനക്കിപ്പോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ആന്റി എങ്ങനെയാണ് അവളെ സപ്പോർട്ട് ചെയ്തത്? ആന്റി അപ്പൊ എന്താ പറഞ്ഞത്?
സാർ ഇതിപ്പോ ടെസ്റ്റ് എഴുതണം. ആ ഞാനിപ്പോ നോട്ട് അയച്ചു തരാം, എടുക്കില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ സാർ. പറയും. അപ്പോ ഇതെന്താ, അപ്പോ അവരെങ്ങനെയാ റിയാക്ട് ചെയ്തത്, ആ ആന്റി എങ്ങനെയാ റിയാക്ട് ചെയ്തത്? എങ്ങനെയാ റിയാക്ട് ചെയ്തേ? ആ ഇവിടെ എങ്ങനെയാ റിയാക്ട് ചെയ്തേ? നദീ തീരത്ത് താമസിക്കുന്നത് എന്നോടൊപ്പം നീന്തും. വേറെ നിങ്ങളെക്കാളും നന്നായിട്ട് അവള് നീന്തും, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ കൊണ്ടുപോകണം. നിങ്ങൾ അവളെ കൊണ്ടുപോകണം. ഓക്കെ, അതാണ്. അപ്പൊ അതാണ് അവരുടെ, അതായത് ആന്റി രാധയെ പറ്റി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. The boys did not take Radha to the pool. What excuse did the boys give? അപ്പോ നമ്മുടെ ബോയ്സ് ആണ് എന്ത് ചെയ്തു, അവളെ ഇതിനടുത്തേക്ക് കൊണ്ടുപോയില്ല. അപ്പോ എന്തായിരുന്നു അവർ അവളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം? നീന്താൻ വേണ്ടിയുള്ള ഡ്രസ് ഇട്ടോണ്ട് വരുന്ന ഡ്രസ് അവളുടെ ഇല്ലായിരുന്നു എന്ന്. നീന്താനുള്ള ഡ്രസ് അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് ചെയ്തത്. ഞാനപ്പോ ഈ ആൻസർ കൂടെ ഞാനിപ്പോ തന്നെ ഈ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഗൗരി ഭയങ്കര പാട്ടൊക്കെ ആണല്ലോ. ഗൗരി പോയോ? എടാ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ കാണാവോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്? അടുത്ത മൂന്നാമത്തെ ആൻസർ എന്താ പറഞ്ഞേ? സ്വിമ്മിങ് സ്യൂട്ട് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, സ്വിമ്മിങ് സ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്വിം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൂന്നാമത്തെ ആൻസർ മുകളിലായിട്ട് എഴുതിയിരിക്കാവേ, നമുക്ക് താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട്. മൂന്നിന്റെ ആൻസർ. അടുത്തത് 4. Radha spoke to her aunt with a hollow laughter. What does hollow laughter means? അപ്പോ അവളാണെങ്കിൽ ഒരു കള്ളച്ചിരി അല്ലെങ്കിൽ ഇത് സത്യസന്ധമല്ലാത്ത ഒരു ചിരിയോട് കൂടെയാണ് അവൾ ചിരിച്ചത്. എന്താണ് ഇവിടെ ഹോളോ ലാഫ്റ്റർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഹോളോ ലാഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷം കൊണ്ട് ചിരിക്കാതെ വിഷമത്തോടെ ചിരിച്ച, വിഷമത്തോടെയുള്ള ആ ഒരു ചിരി, അല്ല എങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആണല്ലോ. അടുത്ത ഞാനിപ്പം കൂടെ ടൈപ്പ് ചെയ്യട്ടെ.
അടുത്ത question number 5. Why was Radha excited when she got her aunt's invitation to Delhi? അപ്പോ ഡൽഹിയിലേക്ക് വരാനായിട്ട് അവളുടെ ആന്റി അവളെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നപ്പോഴും അവളെ ഇൻവൈറ്റ് ചെയ്തല്ലോ. അപ്പൊ ഇൻവൈറ്റ് ചെയ്തപ്പോ എന്തായിരുന്നു നമ്മുടെ രാധയുടെ ആ ഒരു റിയാക്ഷൻ? അവൾ എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു? എന്തുകൊണ്ടായിരുന്നു അവള് അത്രയ്ക്ക് എക്സൈറ്റഡ് ആയത്? എന്തുകൊണ്ടാ? ഡൽഹിയിൽ ആ, ഒരുപാട് കാഴ്ച കാണാനുണ്ടായിരുന്നു എന്ന് കരുതി. ഡൽഹിയില് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് കരുതി. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസർ ഉണ്ടോ? sir. അപ്പൊ ബിക്കോസ് അവക്കെന്ന് പറയുന്ന അവൾ ആ ഗ്രാമത്തിൽ നിന്ന് ഒരിടവും പുറത്തേക്ക് പോയിട്ടില്ല. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹെർ ടു ഗോ ഔട്ട്. അപ്പൊ അവളുടെ പുറത്തേക്ക് പോകാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. കാര്യം അവളുടെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് അവൾ വേറെ ഇടവും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. Pick out the sentences which tell us that Radha felt lonely at her aunt's home. അപ്പോ അവളുടെ ആന്റിയുടെ അവിടെ വെച്ച് അവക്കാണെങ്കിൽ അവളെ ലോൺലി ആണെന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള സെന്റൻസ് ഇവിടെ എഴുതുക. ഇതിലൊന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഏത് സെന്റൻസാ? ഏത് സെന്റൻസ് ഉണ്ട് ഇവിടെ? അവള് ലോൺലി അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയി എന്ന് ഇവിടെ കാണിക്കുന്ന സെന്റൻസുകൾ ടെക്സ്റ്റിൽ ഒന്ന് കണ്ടുപിടിച്ച് എഴുതുക എന്ന ക്വസ്റ്റ്യൻ. എന്തുണ്ട്? They and their friends talk about computer, video games, listen to pop music and watch Western films. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? No, sir. ഈ പറഞ്ഞതും ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. അപ്പോ എനിക്ക് ഒരെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് അത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം എഴുതുക കേട്ടോ. അപ്പൊ ഇത്ര തന്നെയാണ് ആ ഒരു സെഷൻ എന്ന് പറയുന്നത്.